വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ എന്നാത്മരോദനം കേൾക്കുനാഥ. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ എന്നാത്മരോദനം കേൾക്കുനാഥ. പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനും വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനത് പ്രാപിക്കാൻ സാധിക്കുകയില്ല. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണുപോകും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം, അത് പാപത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. നോമ്പുകാലങ്ങളിൽ ദിവസവും അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിച്ചിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ തന്നെയും ദൈവത്തെയും ആഴമായി മനസ്സിലാക്കാൻ സാധിച്ചു. അധികാരികളുടെ അനുവാദം ലഭിച്ചിട്ട് പോലും അപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ നിലനിൽക്കാനും നാം ക്ഷമയുള്ളവരും ബാഹ്യവും ആന്തരികവുമായ ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ തയ്യാറുള്ളവരുമായിരിക്കണം. നിരുത്സാഹം, മരുഭൂമി അനുഭവം, അതായത് ആത്മീയ വരൾച്ച, ആത്മാവിൻ്റെ ബന്ധനം, പ്രലോഭനങ്ങൾ, ഇവയാണ് ആന്തരികമായ തടസ്സങ്ങൾ. മാനുഷികമായ അംഗീകാരവും സമയവുമാണ് ബാഹ്യമായ തടസ്സങ്ങൾ. പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധിച്ച പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എനിക്ക് ഇപ്രകാരം ഒരു പ്രയാസവും കൂടി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരാത്മാവ് നല്ല പോലെ പ്രാർത്ഥിച്ച് ആഴമായ ധ്യാനാത്മകമായ അവസ്ഥയിൽ കൂടുതൽ ആഴത്തിലെത്തുമ്പോൾ മറ്റുള്ളവർ ഈ ധ്യാനാത്മകതയെ എതിർക്കുന്നു. അതിനാൽ ആത്മാവിന് പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതിന് വലിയ ക്ഷമയുണ്ടാകണം. എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആഴമായി നിമഗ്നയായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ എനിക്ക് വലിയ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പകൽ മുഴുവൻ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ജോലി സമയത്ത് ധ്യാനാത്മകമായിരിക്കാനും കൂടുതൽ കൃത്യതയോടെയും നന്നായും എൻ്റെ ജോലികൾ ചെയ്യാനും സാധിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ജോലിയിൽ ഉദാസീനത വരുത്തിയെന്നും എല്ലാ കാര്യങ്ങളും അവഗണിച്ചെന്നുമുള്ള കുറ്റാരോപണങ്ങൾ ലഭിച്ചിരുന്ന അവസരങ്ങളിലായിരുന്നു. എന്തെന്നാൽ ധ്യാനാത്മകമല്ലാത്ത ആത്മാക്കൾ മറ്റുള്ളവരും അവരെപ്പോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇവർ അവർക്ക് കുറ്റബോധം ജനിപ്പിക്കുന്നതിന് കാരണമാകുന്നു.